കുവൈറ്റിൽ മരിച്ച കോട്ടയം ഇത്തിത്താനം സ്വദേശി ശ്രീഹരിയുടെ സംസ്കാരം ഞായറാഴ്ച നടത്തും. പാമ്പാടി സ്വദേശിയും പായിപ്പാട് കടുങ്ങാട്ടായ പാലത്തിങ്കൽ ഷിബു വർഗീസിന്റെയും സംസ്കാര ചടങ്ങുകൾ തിങ്കളാഴ്ചയാണ്. നാട്ടിലെത്തിച്ച മൃതദേഹങ്ങൾ ആശുപത്രികളിലേക്ക് മാറ്റും. മരിച്ച കോട്ടയം സ്വദേശികളുടെ സംസ്കാര ചടങ്ങുകൾ തുടർന്നുള്ള ദിവസങ്ങളിലാണ് നിശ്ചയിച്ചിരിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് പാമ്പാടിയിലെ സ്റ്റെഫിന്റെ വീടിന് മുമ്പിലാണ്. അദ്ദേഹത്തിന്റെ ഭൗതികം എത്തിയതിനു ശേഷം ഞായറാഴ്ചയോടുകൂടി തിങ്കളാഴ്ചയോടുകൂടിയാണ് ഇത്തരത്തിൽ സംസ്കാര ചടങ്ങുകൾ സ്റ്റെഫിന്റെ വീട്ടിൽ നിശ്ചയിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇത്തിത്താനം സ്വദേശി ശ്രീഹരിയുടെ സംസ്കാര ചടങ്ങുകൾ അത് ഞായറാഴ്ചയിലേക്ക് നിശ്ചയിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ പായിപ്പാട് സ്വദേശിയുടെ സംസ്കാര ചടങ്ങുകൾ, പായിപ്പാട് സ്വദേശിയായിട്ടുള്ള ഷിബു വർഗീസിന്റെ സംസ്കാര ചടങ്ങുകളും തിങ്കളാഴ്ചത്തേക്ക് നടത്താനാണ് ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്നത്. ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് സ്റ്റെഫിന്റെ വീട്ടിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. സ്റ്റെഫിന്റെ വീട്ടിൽ പൊതുദർശനമെല്ലാം പൂർത്തിയായതിനു ശേഷം പുതുതായി നിർമ്മാണം പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്ന സ്റ്റെഫിന്റെയും കുടുംബത്തിന്റെയും ഏറെ ആഗ്രഹമായിരുന്ന, അഭിലാഷമായിരുന്ന പുതിയ വീട്ടിലേക്ക് പൊതുദർശനത്തിന് വേണ്ടി അല്പസമയം കൊണ്ടുപോകും. പിന്നീട് ഇവിടെ ഹാളിൽ പൊതുദർശനം നടത്തി മറ്റു സംസ്കാര ചടങ്ങുകൾ നടക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. മൃതദേഹം എത്തിയതിനു ശേഷം ആശുപത്രിയിലേക്ക് മാറ്റി അതിനുശേഷമാണ് സംസ്കാര ചടങ്ങുകൾക്ക് വേണ്ടി എത്തിക്കുക. അത്തരത്തിലുള്ള നടപടിക്രമങ്ങളെല്ലാം തന്നെ ഇവിടെ പൂർത്തിയായിരിക്കുകയാണ്. അത്തരത്തിൽ ഏറെ ജീവിതം കരുപിടിപ്പിക്കുന്നതിനിടെ പൊലിഞ്ഞുപോയ അത്തരത്തിലുള്ള യുവാക്കളുടെ ഒരു വലിയ നഷ്ടത്തിൽ തന്നെയാണ് നാടെല്ലാം ഇപ്പോൾ നിൽക്കുന്നത്. ഒപ്പം തന്നെ ജനപ്രതിനിധികളും ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ നാളെ കോട്ടയത്തെത്തുകയും തുടർന്ന് പിന്നീടുള്ള ദിവസങ്ങളിൽ ഈ ബന്ധുക്കളെ ആശ്വസിപ്പിക്കുന്നതിനും അത് മറ്റുമായി ഈ വീടുകളിലേക്ക് മരിച്ച അവരുടെ വീടുകളിലേക്ക് എത്തുമെന്ന് തന്നെയാണ് കരുതുന്നത്. ഇപ്പോൾ നിലവിൽ നിശ്ചയിച്ച പ്രകാരം ഞായറാഴ്ചയാണ് വീടുകളിലേക്കുള്ള സന്ദർശനം മന്ത്രി നിശ്ചയിച്ചിരിക്കുന്നത്. ഏതായാലും അത്തരത്തിലുള്ള ഔദ്യോഗിക നടപടിക്രമങ്ങളെല്ലാം തന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്.